വർഷത്തിലൊരിക്കൽ മാത്രം കടന്നു വരുന്ന ഓരോ മുസൽമാനും വളരെ ആവേശത്തോടെ ആദരവോടുകൂടെ ആറ്റുനോറ്റ് കാത്തിരിക്കുന്ന 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള അതിവിശിഷ്ടമായ ലൈലത്തുൽ ഖദ്റിന്റെ രാവ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഇന്ന് മഗ്രിബോടുകൂടെ ആരംഭിക്കുകയാണ്. ഇന്ന് മഗ്രിബോടുകൂടെ ഒരു വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള രാവാണ് കടന്നു വരുന്നത്. എന്ത് ചോദിച്ചാലും റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുമെന്ന് ഉറപ്പുള്ള ഈ രാത്രിയിൽ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ 15 കാര്യങ്ങൾ, ഈ പറയാൻ പോകുന്ന 15 കാര്യങ്ങൾ നിങ്ങൾ ഈ രാത്രിയിൽ ചെയ്തു എന്ന് ഉറപ്പിച്ചാൽ തീർച്ചയായും ഈ വർഷത്തെ ലൈലത്തുൽ ഖദ്ർ കൊണ്ട് നമുക്ക് വിജയിക്കാൻ സാധിക്കും, ഉറപ്പാണ്. അങ്ങനെയുള്ള 15 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ഈ വീഡിയോ കാണുന്നവരൊക്കെ അല്ലാഹുവേ ആഖിബത്ത് നന്നാക്കി തരണേ എന്ന് പ്രത്യേകമായിട്ട് കമന്റിൽ എഴുതി അറിയിച്ച് ആ ഒരു ദുആ ആണത്, അതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. ആ ദുആ എഴുതി അറിയിച്ച് ഇൻഷാ അല്ലാഹ് വീഡിയോ പൂർണ്ണമായും കാണുക. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാത്രിയിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. ഈ 15 കാര്യങ്ങളിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇന്നത്തെ ലൈലത്തുൽ ഖദ്റിന്റെ രാവ് കൊണ്ട് വിജയിച്ചവരാകാം. നരകമോചനം ലഭിക്കും, പാപമോചനം ലഭിക്കും, സ്വർഗപ്രവേശം ഉറപ്പാകും. അങ്ങനെയുള്ള 15 കാര്യങ്ങൾ അത് കടഞ്ഞെടുത്ത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ട, എന്നാൽ ചെയ്തില്ലെങ്കിൽ നഷ്ടമാകുന്ന, ചെയ്താൽ ഉറപ്പായും വിജയിക്കുന്ന 15 കാര്യങ്ങളാണ് വീഡിയോയിലുള്ളത്. നിങ്ങൾ പൂർണ്ണമായും കാണാൻ ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ നേരിട്ട് കാണാൻ ഇനി റമളാനിന്റെയും പെരുന്നാളിന്റെ ഒക്കെ അവധി കഴിഞ്ഞ് ഒരു ഞായറാഴ്ച 10 മണിക്ക് ബുക്ക് ചെയ്ത് ചൊവ്വാഴ്ച ആയിരിക്കും വരാൻ സാധിക്കുക. അതെപ്പോഴാണ് എന്നുള്ളത് നമ്മൾ ഇൻസ്റ്റഗ്രാം അപ്ഡേറ്റ് ചെയ്യും. ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റഗ്രാമിന്റെ ലിങ്ക് ഉണ്ട്. വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുമ്പോൾ സേവ് ചെയ്തവർക്ക് മാത്രമല്ലേ കാണാൻ സാധിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ കോൺടാക്ട് ചെയ്യേണ്ടത് ഈ നമ്പറിലാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കളെ ദീനി ചിട്ടയിൽ വളർത്തുന്നതിന്റെ ആവശ്യകത എന്താണെന്ന് നമുക്കൊക്കെ അറിയാലോ. നല്ല ചിട്ടയിൽ വളർത്തിയാൽ മാത്രമാണ് നമുക്ക് ഉപകരിക്കുന്ന മക്കളായി അവരെ തിരിച്ചു ലഭിക്കുക. ഈ വിനീതന് തന്നെ നേരിട്ട് നടത്തുന്ന ദർസാണ്. താല്പര്യമുള്ള രക്ഷിതാക്കൾക്ക് കോൺടാക്ട് ചെയ്യുക. അവസാന സന്ദർഭങ്ങളാണ്. വിശുദ്ധ റമളാനിന്റെ നോമ്പുതുറയിലേക്ക് സഹായിക്കാൻ കഴിയുന്നവര് ഒരു 10 പേർക്കോ 20 പേർക്കോ 50 പേർക്കോ ഈ പവിത്രമായ രാവുകളിൽ ചെയ്യുന്നത് വളരെയധികം പ്രതിഫലം ലഭിക്കാൻ കാരണമാകുമെന്നുള്ളത് ഉറപ്പാണല്ലോ. സമയം നഷ്ടപ്പെടുത്തരുത്. ഇത് നമ്മുടെ അവസാന റമളാനാണെങ്കിൽ ഇതുകൊണ്ട് മാത്രം നമുക്ക് വിജയിക്കാൻ സാധിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് 15 കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ചെയ്താൽ വിജയം സാധ്യമാകും. ലൈലത്തുൽ ഖദ്ർ നമുക്ക് ലഭിച്ചു എന്ന് ഉറപ്പിക്കാം. അങ്ങനെയുള്ള 15 കാര്യങ്ങളാണ് പറയുന്നത്. അതിന്റെ തൊട്ട് മുമ്പായിട്ട് ലൈലത്തുൽ ഖദ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അത് നിങ്ങൾ കേട്ടിരിക്കണം. അതിനുവേണ്ടിയാണ് പറയുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടുത്തെ സമുദായത്തിന് അല്ലാഹു പ്രത്യേകമായി നൽകിയ അനുഗ്രഹമാണ് ലൈലത്തുൽ ഖദ്ർ. വർഷത്തിലെ ഏറ്റവും പുണ്യകരമായ രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ. രാവുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമേറിയത് അത് ലൈലത്തുൽ ഖദ്റിന്റെ രാവാണ്, എല്ലാവർക്കും അറിയാം. എന്നാൽ പകലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമേറിയത് ഏതാ? അതാർക്കെങ്കിലും അറിയോ? ഞാൻ മുമ്പ് പലതവണ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അറിയാവുന്നവർ അതും ഒന്ന് താഴെ എഴുതി അറിയിക്കൂ. രാത്രികളിൽ വെച്ച്, രാവുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അത് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയാണ്, രാവാണ്. പകലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാ? അത് റമളാനിന്റെ പകലൊന്നുമല്ല. അതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഒരു പകലാണ്. നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, കേട്ടവർക്ക് അറിയാം. ഇൻഷാ അല്ലാഹ് അറിയുന്നവർ താഴെ എഴുതി അറിയിക്കുക. അപ്പൊ ഖദ്ർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ വിധി, തീരുമാനം, മഹത്വം, ബഹുമാനം, മതിപ്പ് എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തില് ചില കാര്യങ്ങൾ നിർണയിക്കുന്ന, തീരുമാനിക്കുന്ന ദിവസമാണ്. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ ഈ രാത്രിയിൽ നാം ചെയ്യുന്ന ഇബാദത്തുകൾ, ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ നാം ചെയ്യുന്ന ഇബാദത്തുകൾ 1000 മാസങ്ങളുടെ ഇബാദത്തുകളെക്കാളും ശ്രേഷ്ഠതയുള്ളതാണ്. മാത്രമല്ല വിശുദ്ധ ഖുർആൻ അവതീർണമായത് അത് ഈ രാത്രിയിലാണ്. വിശുദ്ധ ഖുർആനിന് 2 അവതരണമുണ്ട്. നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിന് 2 അവതരണമുണ്ട്. അതിലൊന്ന് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല 1-ാം ആകാശത്തിലെ ബൈത്തുൽ ഇസ്സയിലേക്ക് ഒറ്റ ഗഡുവായിട്ട് അല്ലാഹു ഇറക്കിയിട്ടുണ്ട്. അതാണ് 1-ാം ഘട്ടത്തിലെ അവതരണം. ഇത് ലൈലത്തുൽ ഖദ്റിനായിരുന്നു. പിന്നീട് ഓരോ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും നാട്ടിലുള്ള ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് പല സാഹചര്യങ്ങളിലും 23 വർഷങ്ങളിലായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഹബീബായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
തങ്ങൾക്ക് ഓതിക്കൊടുത്തതാണ് രണ്ടാമത്തെ അവതരണം. ഇതിന്റെ തുടക്കവും ലൈലത്തുൽ ഖദ്റിനായിരുന്നു എന്നാണ് പല ഖുർആൻ വ്യാഖ്യാതാക്കളും പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൽ രണ്ട് അവതരണമുണ്ട്. ഒന്നാമത്തത് അത് ഒന്നാം ആകാശത്തിലെ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തിലെ ബൈത്തുൽ ഇസ്സയിലേക്ക് ഇറക്കിയതാണ്. അത് ലൈലത്തുൽ ഖദ്റിനാണ്. രണ്ടാമത്തെ ഒരുപാട് സാഹചര്യങ്ങളും അവസരങ്ങളും പല സംഭവങ്ങളും അടിസ്ഥാനമാക്കിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓരോ വിഷയങ്ങളും വരുമ്പോൾ നബി തങ്ങൾക്ക് ആ വിഷയത്തിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞു തീരുമാനം പറഞ്ഞു കൊടുക്കുന്ന പ്രധാനപ്പെട്ട ആയത്തുകൾ അതിറങ്ങിയത് വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ 23 വർഷങ്ങളെ കൊണ്ടാണ് നമുക്കറിയാം. പക്ഷെ ആ 23 വർഷങ്ങളെ കൊണ്ട് അങ്ങനെ ഇറങ്ങാൻ തുടങ്ങിയതും ലൈലത്തുൽ ഖദ്റിനാണ്. അപ്പൊ ലൈലത്തുൽ ഖദ്ർ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ അതിവിശിഷ്ടമായ മാസമാണ്. ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ലൈലത്തുൽ ഖദ്റിനെ പരാമർശിച്ച് ഒരു അധ്യായം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന രാത്രിയെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രം ഒരു സൂറത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി. ആ സൂറത്തിന്റെ പേര് തന്നെ സൂറത്തുൽ ഖദ്ർ എന്നാണ്. അതിൽ അല്ലാഹു കൃത്യമായി തുറന്നു പറയുന്നു എല്ലാ കാര്യങ്ങളും. വിശുദ്ധ ഖുർആനിലെ 5 വഖത്ത് ഫർദ് നിസ്കാരം ളുഹുർ, അസ്ർ, മഗ്രിബ്, ഇശാ എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് വ്യക്തമായി പറഞ്ഞിട്ടില്ല. പല കാര്യങ്ങളും അല്ലാഹു ഇങ്ങനെ ഗോപ്യമാക്കി അങ്ങനെ പറഞ്ഞു വ്യക്തമായി തുറന്നു പറയാത്ത പല വിഷയങ്ങളുണ്ട്. പക്ഷെ ലൈലത്തുൽ ഖദ്റിന്റെ വിഷയത്തിൽ അല്ലാഹു കൃത്യമായി തുറന്നു പറയാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുള്ള മാസമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി തുറന്നു പറയാണ്. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. അന്നേ ദിവസം രാത്രിയിൽ മലക്കുകൾ ഭൂമിയാസകലം നിറയുമെന്ന് വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാതാക്കൾ മുഴുവനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിവിശിഷ്ടമായ 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുള്ള അതിമഹത്തായ ലൈലത്തുൽ ഖദ്ർ, ആ ലൈലത്തുൽ ഖദ്ർ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ സവിശേഷമായ അതിവിശിഷ്ടമായ രാത്രിയാണ്. ആ രാത്രിയിലെ ഒരു നിമിഷത്തെ ഇബാദത്ത് മതി നമ്മൾ രക്ഷപ്പെടാൻ. ആ രാത്രിയിൽ ആരെങ്കിലും 3 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാൽ ഒന്നാമത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് അവന്റെ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു കൊടുക്കും. രണ്ടാമത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് അവനക്ക് അല്ലാഹു നരകമോചനം നൽകും. മൂന്നാമത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് അല്ലാഹു അവന് സ്വർഗ്ഗപ്രവേശം നൽകും. നിങ്ങൾ നോക്കൂ, ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ 3 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിൽ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് അല്ലാഹു ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കും. ആ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയുടെ പ്രത്യേകതയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അപ്പൊ എന്നാണ് ഈ ലൈലത്തുൽ ഖദ്ർ എന്നുള്ളത്? ലൈലത്തുൽ ഖദ്ർ എന്നാണെന്നുള്ളത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലൈലത്തുൽ ഖദ്ർ എന്നാണെന്ന് സ്വഹാബാക്കൾ അറിയിക്കാൻ വേണ്ടി വരികയായിരുന്നു. പക്ഷെ അവിടെ വന്നപ്പോ ഹബീബായ തങ്ങൾക്ക് അത് മറപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതിനെ ഉയർത്തപ്പെട്ടു. അത് ഹദീസിൽ കൃത്യമായി പറഞ്ഞു. അത് എങ്ങനെയെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വരികയാണ്. അപ്പൊ 2 ആളുകൾ അതിൽ ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഖറജ്തു ലിഉഖ്ബിറകും ബിലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്ർ എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ വന്നത്. അപ്പോഴാണ് 2 ആളുകൾ ഇവിടെ തർക്കിക്കുന്നത് കാണുന്നത്. ഫറുഫിഅത, അപ്പോൾ അതിനെ ഉയർത്തപ്പെട്ടു. വഅസാ അയ്യകൂന ഖൈറൻ ലക്കും, ആ ഉയർത്തപ്പെട്ടത് അത് നമുക്ക് ഖൈറാണ്, നിങ്ങൾക്ക് ഖൈറാണെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. എന്നിട്ട് ഹബീബായ തങ്ങൾ പറയുന്നു, ഫൽതമിസുഹാ ഫി താസിയതി വസാബിയതി വൽ ഖാമിസ, നിങ്ങൾ ഒറ്റയിട്ട അവസാന രാത്രികളിലെ 25, 27, 29കളിലൊക്കെ നന്നായിട്ട് ശ്രമിക്കുക. അന്നൊക്കെയാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ലൈലത്തുൽ ഖദ്ർ യഥാർത്ഥത്തിൽ നമുക്ക് മറപ്പിക്കപ്പെട്ടത് കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ അത് കാരണമായിട്ട് നമുക്കുണ്ട് എന്നുള്ളത് മഹാന്മാരൊക്കെ കൃത്യമായി പറയുന്നുണ്ട്. അതിന്റെ ചില നേട്ടങ്ങൾ നമ്മൾ പറഞ്ഞുതരാം. ലൈലത്തുൽ ഖദ്ർ നമ്മിൽ നിന്ന് മറപ്പിക്കപ്പെട്ടത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്താണെന്നറിയോ? അങ്ങനെ മറപ്പിക്കപ്പെടുമ്പോ ലൈലത്തുൽ ഖദ്ർ 27-ാം രാവിനാണെന്ന് കൃത്യമായി തുറന്നങ്ങ് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അന്ന് മാത്രമേ ഇബാദത്ത് ചെയ്യുള്ളൂ. കാരണം ആ ഒരൊറ്റ രാത്രി കൊണ്ട് 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കണം. അപ്പൊ അന്നത്തെ ദിവസം മാത്രം ചെയ്താൽ മതി രക്ഷപ്പെടാൻ എന്ന ധാരണയിൽ അന്ന് മാത്രം ചെയ്യാൻ വേണ്ടി നിൽക്കും. ഇനി ലൈലത്തുൽ ഖദ്ർ മറപ്പിച്ചതുകൊണ്ടുള്ള ഒരു ഗുണമാണ് പറഞ്ഞത്. രണ്ടാമത്തത്, ഇനി ആരെങ്കിലും അന്നത്തെ ദിവസം എന്തെങ്കിലും ദോഷം ചെയ്തു സങ്കല്പിക്കുക, എന്തെങ്കിലും ഒരു പാപം ചെയ്തു, ഒരാൾ മദ്യപിച്ചു, ഒരാൾ ലഹരി ഉപയോഗം നടത്തി, ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ, തെറ്റുകൾ, പാപങ്ങളിൽ ഒരാൾ പ്രവേശിച്ചു
എന്ന് കരുതുക, തെറ്റുകൾ ചെയ്തു. അപ്പൊ ലൈലത്തുൽ ഖദ്ർ എന്താണെന്ന് കൃത്യമായി അറിയാം. അപ്പൊ അറിവുണ്ടാവലോടുകൂടെ 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു രാത്രി ഉണ്ട് എന്ന അറിവോടുകൂടെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് വലിയ പാതകമാണെന്ന് മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ മറപ്പിച്ചത് എന്ന് കിതാബുകളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ദോഷങ്ങള് അത് നിന്റെ അറിവില്ലാതെ ചെയ്യുന്ന ദോഷത്തെക്കാളും കൂടുതൽ കുറ്റം കിട്ടാൻ കാരണമാകും നിന്റെ അറിവോടുകൂടെ. ലൈലത്തുൽ ഖദ്ർ ഇന്ന രാത്രിയാണെന്ന് അറിഞ്ഞു നീ ചെയ്യുന്ന തെറ്റ് അത് വലിയ ദോഷം, വലിയ കുറ്റം ലഭിക്കാൻ, ശിക്ഷ ലഭിക്കാൻ കാരണമാകും. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ലൈലത്തുൽ ഖദ്ർ എന്നാണെന്ന് നമ്മിൽ നിന്ന് മറച്ചു വെച്ചത് നമുക്ക് ഖൈറാണ്. യഥാർത്ഥത്തില് മറച്ചു വെച്ചതുകൊണ്ട് നമുക്ക് എന്നും 21 രാവിനും 23 രാവിനും 25 രാവിനും 27 രാവിനും 29 രാവിനും ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ച് ഇബാദത്ത് ചെയ്യുമ്പോൾ വലിയ, അതുകൊണ്ട് തന്നെ നന്നായിട്ട് പരിശ്രമിക്കുന്നവർക്ക് അത് കിട്ടുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിലാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുന്നത്. 27-ാം രാവിനെ ലൈലത്തുൽ ഖദ്റിന് ഏറ്റവും കൂടുതൽ ഇമാമുകൾ അഭിപ്രായപ്പെട്ടത് അത് 27-ാം രാവിനെ എന്നുള്ളതാണ്. അപ്പൊ അന്നത്തെ ദിവസമാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ ചില ആളുകൾക്കൊക്കെ സംശയം ഉണ്ടാകും, നമ്മൾ ബറാഅത്തിന്റെ അന്ന് 3 യാസീനൊക്കെ ഓതിയിട്ടുണ്ട്, അന്നാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണല്ലോ 3 യാസീൻ ഓതിയത്. അപ്പൊ പിന്നെ വിധികള്, അപ്പൊ എന്താ അതിന്റെ ഒരു വ്യത്യാസം എന്താ? ബറാഅത്ത് രാവിന്റെ അന്നാണ് വിധികളൊക്കെ പകർത്തി എഴുതാൻ തുടങ്ങുന്നത്, അത് അവസാനിക്കുന്നതും അത് കൈമാറുന്നതും ലൈലത്തുൽ ഖദ്റിനാണ്. അപ്പൊ ആദ്യത്തെ പരിഗണിച്ച് തുടങ്ങുന്നതിനെ പരിഗണിച്ചാണ് ബറാഅത്തിന്റെ അന്ന് എന്ന് പറഞ്ഞത്. അത് ശരിക്ക് അത് കൈമാറുന്നതും അത് കൃത്യമായിട്ട് അതിന്റെ ഖദ്റൊക്കെ നടക്കുന്ന രാത്രികളിൽ 2 രാത്രികളിൽ നടക്കുന്നുണ്ട്. ഒന്ന് തുടങ്ങുന്ന സമയം പറഞ്ഞതാണ്, മറ്റൊന്ന് അവസാനിക്കുന്ന സമയം പറഞ്ഞതാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് തീരുമാനിച്ച് മലക്കുകളിലേക്ക് കൈകാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് അല്ലാഹുവിലേക്ക് ഇബാദത്തുകളിൽ സജീവമാകണം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അത് പറയുന്നത് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ ആരെങ്കിലും മനസ്സറിഞ്ഞ് വിശ്വാസത്തോടുകൂടെ പ്രതിഫലം ലഭിക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ അന്നത്തെ രാത്രിയിൽ ഒരാൾ ഇബാദത്തുകളിൽ സജീവമായാൽ അവന്റെ എല്ലാ ദോഷങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും എന്നുള്ളതാണ്. ആരെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാവരുത്, നമ്മൾ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ദോഷങ്ങൾ പുറത്തു കിട്ടണം എന്ന് നീയത്തോടുകൂടെയാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങേണ്ടത്. ആ ലൈലത്തുൽ ഖദ്റിൽ നമുക്ക് വിജയിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട 15 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അതിന്റെ മുമ്പ് ഇൻഷാ അല്ലാഹ് നമ്മൾ മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൃത്യമായി അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്. ഖദ്ർ എന്ന് ലൈലത്തുൽ ഖദ്റിൽ ഏത് മോശപ്പെട്ടയാളെയും ഏത് മഹത്വമില്ലാത്തയാളെയും ഏത് ചീത്തയായി നടക്കുന്ന ആൾക്കും അല്ലാഹു റഹ്മത്തും അനുഗ്രഹങ്ങളൊക്കെ നൽകുന്ന അതിവിശിഷ്ടമായ രാത്രിയാണ് യഥാർത്ഥത്തിൽ ലൈലത്തുൽ ഖദ്ർ. ഇനി എന്തിനാണ് നമുക്ക് ലൈലത്തുൽ ഖദ്ർ അല്ലാഹു നൽകിയത് എന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മുടെ മുൻകാലത്തെ സമുദായങ്ങളെയൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പൊ അവരുടെ ആയുസ്സിനെ കുറിച്ച് അറിയിച്ചു കൊടുത്തു. അപ്പൊ മുൻകാലത്തെ സമുദായങ്ങളുടെ ആയുസ്സിനെ കുറിച്ച് അറിയിച്ചു കൊടുത്തപ്പോ അവരുടെ ആയുസ്സൊക്കെ 500 വർഷക്കാലം അവർ ജീവിച്ചിട്ടുണ്ട്, 700 വർഷക്കാലം ജീവിച്ചിട്ടുണ്ട്, 800 വർഷക്കാലം ജീവിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും വർഷക്കാലം അവർ ജീവിച്ച് ഇബാദത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന്റെ ആയുസ്, നമ്മുടെ ആയുസ്, ഇപ്പൊ നബിതങ്ങളാണല്ലോ അവസാനത്തെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളുടെ ഉമ്മത്തിന്റെ നമ്മുടെ ആയുസ് അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70, 60ന്റെയും 70ന്റെയും ഇടയിലാണ്. അപ്പൊ നമുക്ക് 60ന്റെയും 70ന്റെയും ഇടയിൽ 60 വർഷവും 70 വർഷമൊക്കെ ഇബാദത്ത് ചെയ്യാനുള്ള അവസരമുള്ളൂ. എന്നാൽ മുൻകാലങ്ങളിലെ സമുദായത്തിലുള്ള ആളുകൾക്കൊക്കെ അവർക്കാണെങ്കിലോ അവർക്ക് 500 വർഷക്കാലം 600 700 ഒക്കെ ഇബാദത്ത് ചെയ്യാനുള്ള അവസരം. അപ്പൊ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതുകൊണ്ടാണ് ലൈലത്തുൽ ഖദ്ർ ഈ ഉമ്മത്തിന് നൽകിയത്. അപ്പൊ നാളെ മഹ്ശറിലെത്തുമ്പോ അവർ 500 വർഷക്കാലം ഇബാദത്ത് ചെയ്ത അമലുമായിട്ട് വരുമ്പോ ഹബീബായ തങ്ങളുടെ ഉമ്മത്തിന് അവിടെ നിസാരത ഉണ്ടാവൂല, അവിടെ വിഷമം ഉണ്ടാവൂല, പ്രയാസം ഉണ്ടാവൂല. നമുക്ക് അതിനേക്കാളും പ്രതിഫലം ലഭിക്കാവുന്ന രൂപത്തില് ലൈലത്തുൽ ഖദ്റിന് അല്ലാഹു നൽകിയിട്ടുണ്ട്. ഒരു വർഷം എത്ര വയസ്സ് വരെ നമ്മൾ ജീവിക്കുന്നുണ്ട്? 60 വർഷം വരെ ജീവിക്കുകയാണെങ്കിൽ
60 വയസ്സ് വരെ ജീവിക്കുകയാണെങ്കിൽ അവൻ എന്തായാലും ഒരു 30 കൊല്ലെങ്കിലും ലൈലത്തുൽ ഖദ്ർ ഉറപ്പിക്കാവുന്ന രൂപത്തിൽ ഇബാദത്ത് ചെയ്യുക. അപ്പോ 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള 30 രാത്രികൾ അവന് ലഭിക്കുമ്പോൾ അവന് യഥാർത്ഥത്തില് മുൻകാലക്കാരെക്കാളും കൂടുതൽ ഇബാദത്ത് ചെയ്യുന്നതിന്റെ പ്രതിഫലം ലഭിക്കും. അതിനു വേണ്ടിയിട്ടാണ് ആയുസ് കുറഞ്ഞ നമുക്ക് പ്രതിഫലം കൊണ്ട് ഉന്നത സ്ഥാനങ്ങളിൽ എത്താൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദ്ർ നമുക്ക് നൽകിയത് എന്ന് കിതാബുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫകഅന്നഹു തഖാസറ അഅമാറ ഉമ്മത്തിഹി അല്ലാ യബ്ലുഗു മിനൽ അമൽ മിസ്ലല്ലദി ബലഗ ഗൈറുഹും ഫീ തൂലിൽ ഉംർ ഫഅഅതാഹു അല്ലാഹു ലൈലത്തുൽ ഖദ്ർ ഖൈറുൻ മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുള്ള ലൈലത്തുൽ ഖദ്ർ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി. കുറഞ്ഞ പണി കൊണ്ട്, കുറഞ്ഞ അമൽ കൊണ്ട് വലിയ പ്രതിഫലം ലഭിക്കുന്ന, യഥാർത്ഥത്തിൽ നമുക്കാണ് ഖൈർ. നമുക്ക് ഒരൊറ്റ രാത്രി കഷ്ടപ്പെട്ടാൽ മുൻകാല സമുദായക്കാർ ചെയ്തതിനെക്കാട്ടിലും വലിയ പ്രതിഫലം ലഭിക്കും. അവർക്ക് അങ്ങനെയല്ലായിരുന്നു. അവർ കഷ്ടപ്പെട്ട് ഇബാദത്ത് ചെയ്യുമ്പോഴാണ് അവർക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കുന്നത്. അന്നേ ദിവസം മലക്കുകൾ പ്രത്യേകമായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങും എന്നുള്ളതാണ്. അതാണ് തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇസ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. മലക്കുകൾ പ്രത്യേകമായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങും എന്നുള്ളതാണ്. അങ്ങനെ മലക്കുകൾ ഇറങ്ങിയിട്ട് മഹാന്മാർ പറയുന്നത് കാണാം, ഫലാ തബ്ഖാ ബുഖഅത്തും മിനൽ അർള്, ഭൂമിയിൽ ഒരു സ്ഥലവും ശേഷിക്കുകയില്ല, ഇല്ലാ വഅലൈഹാ മലക്കുൻ സാജിദുൻ ഔ ഖായിമുൻ യദഊ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും ഓരോ വീടകങ്ങളിൽ ഇരുന്ന് ഇബാദത്ത് ചെയ്യുന്ന, പള്ളിയിൽ ഇരുന്ന് ഇബാദത്ത് ചെയ്യുന്ന മുഅ്മിനീങ്ങൾക്ക് മുഅ്മിനാത്തുകൾക്ക് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുന്ന മലക്കുകൾ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടാകും എന്നാണ്. ഈ അറബിയുടെ അർത്ഥം എന്താണെന്നറിയോ? ഫലാ തബ്ഖാ ബുഖഅത്തും മിനൽ അർള്, ഭൂമിയിൽ ഒരു സ്ഥലവും ശേഷിക്കുകയില്ല. നിങ്ങളിപ്പോ കാലുകുത്തിയിരിക്കുന്ന, നിങ്ങൾ ബെഡിലാണെങ്കിൽ കിടക്കുന്ന സമയത്ത്, നിങ്ങൾ ഇരിക്കുന്ന സമയത്ത്, ചെയറിലിരിക്കുന്ന സമയത്ത്, നിങ്ങൾ നടക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ ഓരോ ഭാഗങ്ങളിലൂടെ സ്പർശിച്ചല്ലേ, ഭൂമിയിലെ ഓരോ ഭാഗങ്ങളിലൂടെ സ്പർശിച്ചല്ലേ നടക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഭൂമിയിലെ ഒരു സ്ഥലവും ശേഷിക്കുകയില്ല. ഫലാ തബ്ഖാ ബുഖഅത്തും മിനൽ അർള്, ഭൂമിയിൽ നിന്ന് ഒരു സ്ഥലവും ശേഷിക്കുകയില്ല. ഇല്ലാ വഅലൈഹാ മലക്കുൻ സാജിദുൻ, സുജൂദ് ചെയ്തുകൊണ്ട് ഒരു മലക്ക് ആ സ്ഥലത്തിലില്ലാതെ, ഔ ഖായിമുൻ, അല്ലെങ്കിൽ നിന്നുകൊണ്ട് ഇബാദത്ത് ചെയ്തുകൊണ്ട്, നിസ്കരിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്തുകൊണ്ട് ഒരു മലക്ക് അവിടെ ഉണ്ടായിട്ടല്ലാതെ ഒരു സ്ഥലവും ശേഷിക്കുകയില്ല. എന്താണ് ആ മലക്കുകളുടെ ഡ്യൂട്ടി? യദഊലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, നമുക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നാലിന്ന ഉപ്പ, ഇന്നാലിന്ന വീട്ടിൽ നിന്ന് ഇതാ ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറത്തു കൊടുക്കണേ, സ്വർഗം കൊടുക്കണേ, മഗ്ഫിറത്ത് കൊടുക്കണേ എന്ന് പറഞ്ഞ് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മലക്ക് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം ഈ ഭൂമിയിൽ മലക്കില്ലാത്തൊരു സ്ഥലം ഉണ്ടാവൂല. അത്രമേൽ മലക്കുകളെ കൊണ്ട് നിറയും എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. മലക്കുകൾ മനുഷ്യരോട് സലാം പറയും. മനുഷ്യരോട് സലാം പറഞ്ഞിട്ട് നാം ചെയ്യുന്ന ദുആക്ക് നമ്മുടെ ചുറ്റിനും ഇരുന്ന് മലക്കുകൾ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കൃത്യമായി കിതാബുകളിൽ വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതുവരെ എന്നറിയണോ? സൂറത്തുൽ ഖദ്റിൽ അല്ലാഹു പറയുന്നു, ഹത്താ മത്ലഇൽ ഫജ്ർ, ഐ ഇലാ തുലൂഇൽ ഫജ്ർ, പ്രഭാതം വരെ അവർ അങ്ങനെ തന്നെയാണ്, അവർ ഇബാദത്തിലാണ്, അവർ നമുക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നാലിന്ന ആൾക്ക് പുറത്തു കൊടുക്കണേ, മഗ്ഫിറത്ത് കൊടുക്കണേ, പ്രയാസങ്ങൾ തീർത്തു കൊടുക്കണേ, കടങ്ങൾ വീട്ടി കൊടുക്കണേ, രോഗങ്ങൾക്ക് ശിഫ കൊടുക്കണേ എന്ന് പറഞ്ഞ് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ദുആ ചെയ്യുന്നതിന് ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്രമേൽ ശ്രേഷ്ഠതയുള്ള വലിയ മഹത്വമുള്ളതാണ്. അല്ലാഹു നമുക്ക് ധാരാളം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഓരോ മലക്കുകളും നമ്മുടെ മുമ്പിലേക്ക് വരുന്നുള്ളതാണ്. ഇങ്ങനെ ലൈലത്തുൽ ഖദ്ർ കിട്ടി എന്ന് ഉറപ്പിക്കാവുന്ന ചില അടയാളങ്ങളൊക്കെ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയണോ? നിങ്ങൾക്ക് അറിയാവുന്നവരൊക്കെ ഉണ്ടാകും. കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞിരുന്നു, അങ്ങനെ ലൈലത്തുൽ ഖദ്ർ ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ലൈലത്തുൽ ഖദ്ർ കിട്ടിയോ, നിങ്ങൾക്ക് ലൈലത്തുൽ ഖദ്ർ കിട്ടിയോ എന്നൊക്കെ അറിയാനുള്ള ചില അടയാളങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് സമയം ഉണ്ടെങ്കിൽ ഞാനത് പറയാം. ഇൻഷാ അല്ലാഹ് അങ്ങനെ ലൈലത്തുൽ ഖദ്ർ കിട്ടുന്നവരുടെ, വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അന്നത്തെ ദിവസം 3 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ ലഭിക്കുന്ന പ്രതിഫലം എന്താ? മൻ ഖാല ഫീഹാ സലാസ മറാത്തിൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്,
അന്നത്തെ ദിവസം ആരെങ്കിലും 3 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാൽ ഗുഫിറ ലഹു ബിവാഹിദ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് അവന്റെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. വനജാഹു മിനന്നാരി ബിവാഹിദ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് അല്ലാഹു നരകത്തിനെ തൊട്ടവന് വലിയ മോചനം നൽകുന്നതാണ്. വഅദ്ഖലഹുൽ ജന്നത ബിവാഹിദ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് അല്ലാഹു അവനെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. അത്രയും വലിയ മഹത്വമാണ്. കിതാബുകളിലൊക്കെ കാണാം വജിബ്രീലു ലാ യദഉ അഹദൻ മിനന്നാസ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങളിൽ നിന്ന് ഒരാളെയും ഒഴിവാക്കുകയില്ല. ഇല്ലാ സാഫഹഹും, അവരെ മുസാഫഹത്ത് ചെയ്തിട്ടല്ലാതെ. വഅലാമത്തു ദാലിക, അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിച്ച സന്തോഷ വാർത്ത അറിയിച്ച് അവരെങ്ങനെ മുസാഫഹത്ത് ചെയ്താൽ മുസാഫഹത്ത് ചെയ്തു എന്ന് തിരിച്ചറിയാനുള്ള അടയാളം വഅലാമത്തു ദാലിക എന്ന് പറഞ്ഞ് അടയാളങ്ങളും പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാനത് ഇതിന്റെ അവസാന ഭാഗത്ത് നമുക്ക് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ ചെയ്യേണ്ട 15 കാര്യങ്ങളുണ്ടല്ലോ, ആ 15 കാര്യങ്ങൾ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്കത് പറയാം. എന്നാൽ ലൈലത്തുൽ ഖദ്ർ ലഭിക്കാത്ത ചില ആളുകളുണ്ട്. വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കണം. ലൈലത്തുൽ ഖദ്ർ എനിക്ക് ലഭിക്കുമോ? ലൈലത്തുൽ ഖദ്ർ നിങ്ങൾക്ക് ലഭിക്കുമോ? ലൈലത്തുൽ ഖദ്ർ ആർക്കൊക്കെ ലഭിക്കും, ആർക്കൊക്കെ ലഭിക്കില്ല എന്ന് കൃത്യമായി നമുക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇന്നല്ലാഹ തആല നളറ ഇലൈഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തിലായി ഒരുമിച്ച് കൂടുന്ന ഉമ്മത്തു മുഹമ്മദിൽപ്പെട്ട മുഅ്മിനീങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹുവിന്റെ ഒരു പ്രത്യേക നോട്ടം അന്നത്തെ രാത്രിയിൽ ഉണ്ടാകും. വഅഫാ അൻഹും, അല്ലാഹു അവർക്കൊക്കെ ധാരാളമായിട്ട് പുറത്തു കൊടുക്കും. വഗഫറ ലഹും ഇല്ലാ അർബഅ, 4 വിഭാഗം ആളുകൾ ഒഴികെ എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കും. ചില ഹദീസുകളിൽ ഇതിനേക്കാളും കൂടുതലുണ്ട്. പ്രത്യേകമായിട്ട് നമ്മൾ ഈ 4 വിഭാഗങ്ങളിൽ ഒരു കാരണവശാലും പെടാതിരിക്കുക. ഏതാണ് ആ 4 വിഭാഗങ്ങൾ? മൻ ഹഉലാഇൽ അർബഅ, ഏതാണ് ആ 4 വിഭാഗം ആളുകൾ? ഖാലാ, പറയുന്നു, മുദ്മിനു ഖംറ, ലഹരിക്ക് അടിമപ്പെട്ടവൻ, ലഹരി സ്ഥിരമായി ഉപയോഗിക്കുന്നവൻ, ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ലഹരി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥിരമായി മുദ്മിനുൽ ഖംറ, അവന് ലൈലത്തുൽ ഖദ്റിന്റെ ലഭിക്കുകയില്ല. ലൈലത്തുൽ ഖദ്റിന്റെ രാവിൽ അല്ലാഹു മഗ്ഫിറത്ത് നൽകുന്നവരുടെ കൂട്ടത്തിൽ പെടുകയില്ല. ലൈലത്തുൽ ഖദ്റിന്റെ രാവിൽ അല്ലാഹു പാപമോചനം നൽകി സ്വർഗ്ഗപ്രവേശം നൽകുന്നവരുടെ കൂട്ടത്തിൽ പെടുകയില്ല. അല്ലാഹുവിന്റെ റഹ്മത്ത് അന്നേ ദിവസം അവർക്ക് ലഭിക്കുകയില്ല. ഒന്നാമത്തെ വിഭാഗം അതാണ്. രണ്ടാമത്തെ വിഭാഗം വഅഖുല്ലി വാലിദൈ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തി ബുദ്ധിമുട്ടാക്കുന്നവർ, അവർക്ക് ചെലവിന് കൊടുക്കാത്തവര്, വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവർ വേദനിപ്പിക്കുന്നവർ, അവർക്ക് ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കാൻ സാധിക്കുകയില്ല. അത് ഈ ലൈലത്തുൽ ഖദ്ർ മാത്രമല്ല പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ നമ്മുടെ ദുനിയാവിൽ നമ്മുടെ മാതാപിതാക്കൾ അവഗണിച്ചുകൊണ്ടുള്ള ജീവിതം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന വിജയം വെറും നൈമിഷികം മാത്രമാണ്. അത് ചീട്ടുകൊട്ടാരം പോലെ തകിടം മറിയാനും തകരാനുമുള്ളതാണ്. ഇപ്പൊ നീ വിചാരിക്കും എനിക്കൊരു കുഴപ്പമില്ലല്ലോ, ഞാൻ എന്റെ ഉമ്മാനോട് നല്ല നിലക്കല്ലല്ലോ നിൽക്കുന്നത്, ഞാനധികം ചെലവൊന്നും കൊടുക്കുന്നില്ലല്ലോ, ഞാൻ പരിഗണിക്കാതിരുന്നിട്ട് ഇതാ എന്റെ ബിസിനസ് കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ അത് ചീട്ടുകൊട്ടാരം പോലെ. അത് ഏതുപോലെയാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചൂണ്ടയിട്ട് കൊടുക്കുമ്പോ ആ ചൂണ്ടയിൽ മത്സ്യം കൊത്തിയിട്ടത് ഇങ്ങനെ ഇതൊന്ന് കുടുങ്ങട്ടെ എന്ന് വിചാരിച്ച് ചൂണ്ടയിടുന്നയാള് നിൽക്കും. പക്ഷെ മീൻ അവിടെ കരുതുന്നത് എന്താണ്? എനിക്ക് നല്ല ഭക്ഷണം കിട്ടിയല്ലോ എന്ന് കരുതി സന്തോഷത്തോടുകൂടെ പോകുന്ന സമയത്തായിരിക്കും ഒരൊറ്റ വലിക്കുന്നത്. അതേ ഒരു പ്രതീതിയായിരിക്കും. ഞാൻ പലതവണ അത് ഓർമ്മപ്പെടുത്തിയതാണ്. ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതു കാര്യങ്ങളുടെ ശിക്ഷയും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അല്ലാഹു പരലോകത്തേക്ക് നീട്ടിവെക്കുന്നതാണ്. പക്ഷേ ഇല്ല ഉഖൂഖൽ വാലിദൈൻ, മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തി വേദനിപ്പിച്ച് ബുദ്ധിമുട്ടാക്കിയതിന്റെ ശിക്ഷയൊഴികെ അത് ഈ ദുനിയാവിൽ വെച്ച് തന്നെ യുഅജ്ജിലുഹാ ഫിദ് ദുനിയാ ഖബ്ലൽ മമാത്ത്, മരണപ്പെടുന്നതിന് മുമ്പ് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു അതിനവനെ അനുഭവിപ്പിച്ച് അവന്റെ റൂഹ് എടുക്കുകയുള്ളൂ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഹദീസ് മുമ്പ് പലതവണ നമ്മൾ കൃത്യമായി വിശദീകരിച്ച് പറഞ്ഞതാണ്. ഇപ്പൊ നമ്മുടെ ചർച്ച അതല്ലാത്തത് കൊണ്ട് അപ്പോ ലൈലത്തുൽ ഖദ്ർ 4 വിഭാഗം ആളുകൾക്ക് കിട്ടില്ല. അതിൽ ഒന്നാമത്തത് മുദ്മിനുൽ ഖംറാണ്, ലഹരിക്ക് സ്ഥിരമായി ഉപയോഗിക്കുന്നയാള്. രണ്ടാമത്തത് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവൻ. മൂന്നാമത്തത് ഖാത്തിഉർ റഹ്മ, കുടുംബ ബന്ധം ചേർക്കാത്തവന്, പെങ്ങളോട് പിണങ്ങി നിൽക്കുന്നവര്, ജ്യേഷ്ഠനോട് പിണങ്ങി നിൽക്കുന്നവര്, കുടുംബങ്ങളിലുള്ളവരോട് പിണങ്ങി നിൽക്കുന്നവര്, അവർക്ക് ലൈലത്തുൽ ഖദ്ർ
കൊണ്ട് വിജയിക്കാൻ സാധിക്കുകയില്ല. ഇത് സോഷ്യൽ മീഡിയ കാലമാണ്. അതുകൊണ്ട് തന്നെ പിണങ്ങി നിൽക്കുന്നവരൊക്കെ ഒരു സലാം ടെക്സ്റ്റ് മെസ്സേജ് അയച്ചിട്ടെങ്കിലും ആ ബന്ധം നിലനിർത്തിയിട്ട് ആ പിണക്കം ഇല്ലാതാക്കിയാൽ മാത്രമേ നമുക്ക് ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിക്കാൻ പറ്റുള്ളൂ. നിന്റെ ഈഗോ പ്രശ്നമായിരിക്കും, ഞാൻ അങ്ങ് മുണ്ടിയ പ്രശ്നമല്ലേ എന്നുള്ള പ്രശ്നമായിരിക്കും. അത് നീ നോക്കണ്ട. ലൈലത്തുൽ ഖദർ അല്ലേ, ഇതൊരു അവസരമാണ്. നിന്നെ കുറിച്ച് അങ്ങനെ വിചാരിക്കില്ല. അവരൊക്കെ ആ പിണങ്ങി നിൽക്കുന്നയാള് നീ ഒരു മെസ്സേജ് അയക്കുമ്പോൾ ലൈലത്തുൽ ഖദർ ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് അങ്ങനെ മറ്റേ ചെയ്യുള്ളൂ. അതുകൊണ്ട് അവസരം ഉപയോഗപ്പെടുത്തി ലൈലത്തുൽ ഖദറിന്റെ രാവിലെങ്കിലും പിണങ്ങി നിൽക്കുന്നവരോട് നന്നായിട്ട് നല്ല രൂപത്തിൽ പെരുമാറാൻ വേണ്ടി ശ്രമിക്കുക. മറ്റൊന്ന് മുഷാഹിനാണ്. ആരാണ് മുഷാഹിന്? ഖീല യാ റസൂലല്ലാഹ് വമനിൽ മുഷാഹിൻ, ആരാണ് മുഷാഹിൻ എന്ന് ചോദിക്കുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഹുവൽ മുസാരിമു യഅനി അല്ലദീ ലാ യുകല്ലിമു അഖാഹു ഫൗഖ സലാസതി അയ്യാം. 3 ദിവസത്തിനേക്കാൾ കൂടുതൽ തന്റെ സഹോദരനോട് പിണങ്ങി നിൽക്കുന്നയാൾ, അവർക്ക് ലൈലത്തുൽ ഖദറിന്റെ രാവ് കൊണ്ട് വിജയിക്കാൻ സാധിക്കില്ല. പണ്ടത്തെ പോലല്ല, പിണങ്ങി നിൽക്കരുത്. പിണങ്ങി നിന്നാൽ മിണ്ടാനുള്ള സാഹചര്യങ്ങൾ എളുപ്പമാണ്. ബ്ലോക്ക് ആക്കി വെച്ചിട്ടുണ്ടാകും വാട്സപ്പില്. ആ ബ്ലോക്ക് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടൊരു സ്റ്റാറ്റസ് ഇടുക. മിണ്ടാനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും പറഞ്ഞു തരാണ്. ബന്ധങ്ങൾ തകർക്കരുത്. എല്ലാം റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് പോകുന്നത് വരെ ഉണ്ടാവുള്ളൂ. അത് ഏത് നിമിഷവും സംഭവിക്കാം. അതുകൊണ്ട് പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ അത് നല്ല രൂപത്തിലേക്ക് ആക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ 4 വിഭാഗം ആളുകൾക്ക് ലൈലത്തുൽ ഖദർ ലഭിക്കുകയില്ല. ലഹരിക്ക് സ്ഥിരമായി അടിമപ്പെട്ടയാള്, മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തുന്നവര്, കുടുംബബന്ധം മുറിക്കുന്നവര്, 3 ദിവസത്തിനേക്കാൾ കൂടുതൽ തന്റെ സഹോദരനോട് പിണങ്ങി നിൽക്കുന്നവര്, അത് വളരെയധികം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ലൈലത്തുൽ ഖദറിന് എന്താണ് ചെയ്യേണ്ടത്? എല്ലാവർക്കും ചോദിക്കാനുള്ളത് അതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കണേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അറഅയ്ത ഇൻ വാഫഖതു ലൈലത്തുൽ ഖദർ മാ അദു, ലൈലത്തുൽ ഖദർ ആണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് മുത്തുനബി തങ്ങൾ മറുപടി പറയുന്നു, قالت تقولين اللهم إنك عفو تحب العفو فاعف عني. ഇത് നീ ധാരാളമായിട്ട് ചൊല്ലാന്ന് പറയണം. ഏതാണ്? അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നുള്ളത് ധാരാളമായിട്ട് ചൊല്ല. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ ലൈലത്തുൽ ഖദർ കൊണ്ട് ലഭിക്കുന്ന വലിയ നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. ഇനി എന്താണ് ലൈലത്തുൽ ഖദറിന് നാം ചെയ്യേണ്ട 15 കാര്യങ്ങൾ എന്താണെന്ന് വളരെ കൃത്യമായി പറയുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഈ 15 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരാൻ പരമാവധി ശ്രമിക്കണം. അതിൽ ഒന്നാമത്തേത് ലൈലത്തുൽ ഖദറിന്റെ രാത്രി. ഇന്നത്തെ രാത്രിയിൽ 27-ാം രാവിലെ നിങ്ങൾ ചെയ്യേണ്ടത് രാത്രിയിൽ ഇസ്തിഗ്ഫാറുകൾ ധാരാളമായിട്ട് ചൊല്ലുക. ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. മിനിമം 1000 ഇസ്തിഗ്ഫാറെങ്കിലും ചൊല്ലുക. മിനിമം എത്ര ഇസ്തിഗ്ഫാർ? ചുരുങ്ങിയത് 1000 ഇസ്തിഗ്ഫാറെങ്കിലും ചൊല്ലുക. 1000 ഇസ്തിഗ്ഫാർ ചുരുങ്ങിയത് ചൊല്ലണം. പറ്റുമോ നിങ്ങൾക്ക്? പറ്റുന്നവർക്ക് ഇതിൽ എത്ര കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ളതൊന്ന് എഴുതി അറിയിക്കണേ. ചുരുങ്ങിയത് എത്ര? 1000 ഇസ്തിഗ്ഫാർ ചൊല്ലണം. 1000 ഇസ്തിഗ്ഫാർ അരമുക്കാ മണിക്കൂർ കൊണ്ട് ചൊല്ലി തീർക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ഒഴിവാക്കരുതേ. അല്ലാഹു നമ്മുടെ ദോഷങ്ങൾ പുറത്തു തരണം. ഇത് അവസാന റമദാനാണെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് വിജയിക്കാൻ സാധിക്കണം. ഇസ്തിഗ്ഫാറുകളുടെ കൂട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഇസ്തിഗ്ഫാറാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയപ്പെടുന്ന അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട താജുൽ ഇസ്തിഗ്ഫാർ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയപ്പെടുന്ന ഇസ്തിഗ്ഫാർ അത് ഇന്നത്തെ രാത്രിയിൽ നിങ്ങൾ ധാരാളമായിട്ട് ചൊല്ലണം. നമ്മുടെ മജ്ലിസ് ലൈലത്തുൽ ഖദറിന്റെ രാവിലെയുണ്ട്. നിങ്ങൾ വരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ മജ്ലിസിലിരുന്ന് ആ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നുണ്ട്, സയ്യിദുൽ ഇസ്തിഗ്ഫാറും ചൊല്ലുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഒന്നാമത്തെ ഇസ്തിഗ്ഫാർ ചൊല്ലുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ 15 കാര്യം പറയാന്ന് പറഞ്ഞത്. രണ്ടാമത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ചൊല്ലുക എന്നുള്ളതാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ നാക്കുകൊണ്ട് ചൊല്ലുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരണപ്പെട്ടാൽ അവന് സ്വർഗ്ഗപ്രവേശം
സമ്പാദ്യമാണ്. രണ്ടാമത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് 3 തവണ ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം നേരത്തെ വിശദീകരിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചാൽ ദഖലൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ധാരാളമായിട്ട് ചൊല്ലുക. 2 കാര്യങ്ങൾ പറഞ്ഞു. മൂന്നാമത്തേത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. ഇത് ധാരാളമായിട്ട് ചൊല്ലുക. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ നമ്മുടെ മജ്ലിസിൽ വെച്ച് നമ്മൾ ചൊല്ലും. നിങ്ങളൊക്കെ വളരെ നേരത്തെ വരികയാണെങ്കിൽ നിങ്ങൾക്കും മജ്ലിസിൽ ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ ചൊല്ലുന്നുണ്ട്. നിങ്ങൾക്കും പങ്കെടുക്കുക. തറാവീഹ് നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇൻഷാ അല്ലാഹ് ഒരു 10 മണിയാവുമ്പോഴേക്കും നമ്മൾ മജ്ലിസ് ആരംഭിക്കും. നിങ്ങൾക്ക് വളരെ നേരത്തെ ഫ്രഷായി ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ച് തന്നെ വരിക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാലാമത്തെ ശ്രദ്ധിക്കേണ്ടത് മഗ്രിബ് നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിക്കുക. അത് ചില മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ലൈലത്തുൽ ഖദ്ർ ആണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന രാത്രിയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞ് മഗ്രിബ് ജമാഅത്തായിട്ട് നിസ്കരിക്കുക എന്നുള്ളതാണ്. അപ്പോ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള അവസരം ചിലപ്പോൾ പെട്ടെന്ന് പള്ളി പോയാൽ കിട്ടും. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രേഷ്ഠതയുള്ള രാത്രിയാണ്. അതുകൊണ്ട് തന്നെ ലൈലത്തുൽ ഖദ്ർ കൊണ്ട് നമുക്ക് വിജയിക്കണം. പക്ഷേ ജമാഅത്തായിട്ട് മഗ്രിബ് എങ്ങനെ നിസ്കരിക്കും? വീട്ടിലുള്ള ആരെങ്കിലും ഒന്ന് കൂട്ടിയിട്ടൊന്ന് മൗമുമായി നിർത്തിയിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കും. ഉമ്മമാരെ, സഹോദരിമാരെ, മഗ്രിബ് നിസ്കാരം നോമ്പിന്റെ തിരക്കൊക്കെ ഉണ്ട ഒരൊറ്റ ദിവസം നിങ്ങൾ പരിശ്രമിച്ചാൽ മതി. എല്ലാ ദിവസവും നിസ്കരിക്കുന്ന പലരും ഉണ്ട് ജമാഅത്തായിട്ട്. പ്രയർ ഹാള് വീട്ടിലുള്ളവരുണ്ട്, ജമാഅത്തായിട്ട് പൂർണ്ണമായി നിസ്കരിക്കുന്നവരുണ്ട്. അല്ലാഹു വലിയ ബറക്കത്ത് നൽകട്ടെ. എങ്കിലും ഇന്നത്തെ രാത്രിയിൽ മഗ്രിബ് ജമാഅത്തായിട്ട് നിസ്കരിക്കുക. അഞ്ചാമത്തേത് ഇശാ ജമാഅത്തായിട്ട് നിസ്കരിക്കുക. അത് ലൈലത്തുൽ ഖദ്ർ ലഭിക്കാനുള്ള വലിയ കാരണമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ 5 കാര്യങ്ങൾ പറഞ്ഞത്. അടുത്തത് 6-മത്തേത് ആയിഷ റളിയല്ലാഹു അൻഹ ഹബീബായ തങ്ങളോട് ചോദിച്ചില്ലേ, ഞാൻ ലൈലത്തുൽ ഖദ്ർ ആണെന്ന് ബോധ്യപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പൊ ഹബീബായ തങ്ങൾ എന്താ മറുപടി പറഞ്ഞത്? സല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അൻഹ എന്താ മറുപടി പറഞ്ഞത്? അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നുള്ള ചൊല്ലുക എന്നുള്ളതാണ്. അപ്പോ 6-മത്തേത് അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി ചൊല്ലുക. എന്തൊക്കെ പറഞ്ഞു ഇപ്പോ നമ്മള്? 1 ഇസ്തിഗ്ഫാർ ചൊല്ലുക, സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലുക. 2 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക. 3 അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള ദിക്ർ ചൊല്ലുക. 4 മഗ്രിബ് നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിക്കുക. 5 ഇശാ നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിക്കുക. 6 അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നുള്ള ചൊല്ലുക. മറക്കരുത് ആരും. അതിനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നു. 7-മത്തേത് സ്വതഖ ചെയ്യുക. ഇന്നത്തെ രാത്രിയിൽ സ്വതഖ ഒഴിവാക്കരുത്. നല്ല മാർഗത്തിലേക്ക് സ്വതഖ ചെയ്യാം. ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളിലേക്ക് നമുക്കൊരിക്കലും നഷ്ടപ്പെടില്ല. ദീനിന്റെ വിഷയങ്ങളിലേക്ക്, പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക്, നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക്, നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പാരത്രിക ലോക ഗുണത്തിന് വേണ്ടിയിട്ടുള്ള സ്വതഖ. അത് വർഷത്തിലൊരിക്കൽ മാത്രം കടന്നു വരുന്ന 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള രാത്രിയാണ്. ഈ പറയുന്ന അമലുകളൊക്കെ നിങ്ങൾ ഒഴിവാക്കാതെ ചെയ്യണമെങ്കിൽ ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കാം എന്നുള്ളത് ഉറപ്പാണ്. കാരണം അങ്ങനെയുള്ള 15 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് എഴുതി തയ്യാറാക്കി നോട്ട് ചെയ്ത് വെച്ച് പറയണം. ഇൻഷാ അല്ലാഹ് വിജയിക്കും ഉറപ്പാണ്. അപ്പൊ സ്വതഖ ചെയ്യാം. ആർക്ക് കൊടുക്കണം? നിങ്ങളുടെ കംഫർട്ടബിൾ അനുസരിച്ച് ആർക്കാണോ നിങ്ങളുടെ മനസ്സ് വെമ്പൽ കൊള്ളുന്നത് കൊടുക്കാൻ അവർക്ക് കൊടുത്തോ. ആത്മാർത്ഥമായിട്ട് കൊടുക്കുക. അശരണരായ, നിരാലംബരായ പാവപ്പെട്ട സാധുക്കൾ എവിടേക്കോ ഉണ്ട്. അവർക്കൊക്കെ വിജയിക്കാൻ സാധിക്കണം. അവർക്കൊക്കെ സന്തോഷം ഉണ്ടാക്കാൻ കഴിയണം. അതുകൊണ്ട് തന്നെ സ്വതഖ നൽകുക എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുറച്ചു മുമ്പ് ഒരു സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു. അങ്ങനെ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് അവിടെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചർ അവർക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് ഒരു 5000 രൂപ എപ്പോഴും അവര് ഇങ്ങനെ കൊടുക്കും. ഒരു യതീമിന് ഇങ്ങനെ കൊണ്ട് കൊടുക്കും. അപ്പോ ഇത് ആരും അറിയാതെ കൊടുക്കണേ. ഇടത് കൈ അറിയാതെ വലത് കൈ കൊണ്ട് ദാനം ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. അതെങ്ങനെ കൊടുക്കുന്നവര്? അപ്പോ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ടാകും സ്കൂളിലെ എല്ലാ കാര്യങ്ങളും നോക്കാൻ. അങ്ങനെ എന്റെ ഡ്യൂട്ടിയുടെ ദിവസത്തിൽ അങ്ങനെ ഞാൻ ഡ്യൂട്ടിയുടെ ദിവസം എത്തിയപ്പോൾ ഈ ടീച്ചർ മാത്രം പോകുന്നില്ല, ബാക്കി എല്ലാവരും പോയി. എനിക്ക് എൻ്റെ ഡ്യൂട്ടി ദിവസമായതുകൊണ്ട് എല്ലാ ആളുകളും പോയി, കുട്ടികളൊക്കെ പോയതിനു ശേഷം എനിക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അന്ന് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഈ ടീച്ചർ ഒരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് പോകുന്നതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോ അങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയാൻ സാധിച്ചത്. വർഷങ്ങളായിട്ട് ആ ടീച്ചർ അവിടെ പഠിപ്പിക്കുന്ന അന്ന് മുതൽ ഇന്ന് വരെ ഒരു മാസവും മുടങ്ങാതെ അവർക്ക് ലഭിക്കുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു 5000 രൂപ അവർക്ക് നൽകുകയാണ്. അവരുടെ കുടുംബത്തിൽ ആരും അത്താണിയില്ല എന്ന് കണ്ടപ്പോൾ അത് ഇത്രയും കാലമായിട്ട് ആർക്കും തിരിച്ചറിയാനും പറ്റിയിട്ടില്ല. അങ്ങനെ രഹസ്യമായി ചെയ്യുന്ന സ്വതഖ. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്.
അപ്പോ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു രഹസ്യമായ ഒരു സ്വതക്ക എന്തെങ്കിലും വേണം, ആരും അറിയാതെ ചെയ്യുന്നത്. എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അള്ളാഹിനോട് ദുആ ചെയ്യുക. അല്ലാഹ് ഞാൻ ആ ചെയ്തൊരു പുണ്യമായ കർമ്മം അത് മുൻനിർത്തി ദുആ ചെയ്യാണ്. അങ്ങനെ ദുആ ചെയ്തിട്ട് ആ വലിയ പാറക്കല്ല് ഒരു ഗുഹാമുഖത്തടഞ്ഞപ്പോ അവര് ദുആ ചെയ്തപ്പോ അവരവർ ചെയ്ത സ്വാലിഹ്യങ്ങള് അവരവർ ചെയ്ത ഓരോ സ്വാലിഹായ അമലുകൾ മുൻനിർത്തി ദുആ ചെയ്തപ്പോ പാറക്കല്ല് അതിൽ നിന്നും മാറിയിട്ട് അവർ പുറത്തിറങ്ങിയ കറാമ അത്ഭുത സംഭവം നമുക്കറിയാവുന്നതല്ലേ. അതുപോലെ നമുക്ക് മുൻനിർത്തി ദുആ ചെയ്യാൻ പറ്റുന്ന ഒരു സ്വതക്ക ഉണ്ടാകണം. അപ്പൊ 7 എണ്ണം പറഞ്ഞു. 8ാമത്തത് നോമ്പ് തുറപ്പിക്കുക എന്നുള്ളതാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒരു ചീള് കാരക്ക കൊണ്ടെങ്കിലും നോമ്പ് തുറപ്പിച്ച് കത്തിയാളുന്ന നരകത്തിനെ തൊട്ട് സൂക്ഷിക്കുവിൻ എന്ന്. അപ്പോ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി ആരെങ്കിലുമൊക്കെ ആയിട്ട് നോമ്പ് ഉറപ്പിക്കുക. ആരെങ്കിലുമൊക്കെ ആയിട്ട് നമ്മുടെ നാടുകളിലൊക്കെ ഒരുപാട് ആളുകൾ യാത്രക്കാരുണ്ടാകും, മുസാഫിരീങ്ങൾ ഉണ്ടാകും, ഉറുദിക്ക് വാഴതിന് വന്ന മുത്താലിമീങ്ങൾ ഉണ്ടാകും, പാവപ്പെട്ട ആളുകൾ ഉണ്ടാകും. ആരെങ്കിലൊക്കെ വിളിച്ച് നോമ്പ് ഉറപ്പിക്കാം. നമ്മുടെ വീട്ടിൽ എന്നും നോമ്പ് തുറയുണ്ട്, നോമ്പ് തുറപ്പിക്കുന്നുണ്ടാക്കും നമ്മുടെ കുടുംബക്കാരല്ലേ. പുറത്തുനിന്ന് ഒരാളെ വിളിച്ചിട്ട് ഒരാളെങ്കിലും വിളിച്ചിട്ട് അന്നത്തെ ദിവസം നോമ്പ് ഉറപ്പിക്കാം. നോമ്പ് ഉറപ്പിച്ച വലിയ പ്രതിഫലമുണ്ട്. ഈ വിനീതൻ 5 വർഷക്കാലം ദർസിൽ പഠിച്ച സമയത്ത് കണ്ണൂർ ജില്ലയിലെ നാദാപുരം, പാനൂർ, പെരിങ്ങത്തൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉറുദിക്ക് പോകുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അപ്പൊ റമദാൻ 1 ഇറങ്ങിക്കഴിഞ്ഞാൽ 27 രാവൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. അന്ന് അവിടെ ഇങ്ങനെ ഉറുദി പറഞ്ഞിട്ട് ആളുകൾ നമുക്ക് നൽകുന്ന സ്വതക്കകളൊക്കെ ഉപയോഗിച്ചാണ് ഒരു വർഷത്തെ ദർസിന്റെ ചെലവുകളൊക്കെ നമ്മൾ കണ്ടെത്തിയിരുന്നത്. നമ്മുടെ ഒരു വഴി അതായിരുന്നു. അപ്പൊ നമുക്ക് പ്രസംഗിച്ചൊരു ശീലം ഉണ്ടാകും, ഒരു പരിശീലനമാണ്. ആളുകൾക്ക് തന്നെ നമുക്ക് ആളുകളുടെ മുമ്പിൽ എണീച്ചെന്ന് സംസാരിക്കാനുള്ള ഒരു ധൈര്യം കിട്ടാനൊക്കെ കാരണമാകും. അതുകൊണ്ടാണ് ഉസ്താദുമാരങ്ങനെ ഉറുദിക്ക് വാഴതിനൊക്കെ വേണ്ടി പറഞ്ഞയക്കുന്നത്. അപ്പൊ ഞാൻ 5 വർഷവും ഈ ഉറുദിക്കൊക്കെ പോയിട്ടുള്ളത് നാദാപുരം, പെരിങ്ങത്തൂര്, പാനൂര് ഈ ഏരിയകളിലാണ്. അപ്പൊ അവിടെ പോകുന്ന സമയത്ത് അവിടെ നോമ്പ് തുറക്കാൻ ഈ ഏരിയകളിൽ പെട്ടാൽ ഒരു നിലക്കും ബുദ്ധിമുട്ടാകലില്ല എന്ന് പറഞ്ഞാല് നമ്മൾ മഗ്രിബ് നിസ്കരിക്കാൻ വേണ്ടി ഒരു പള്ളിയിലെത്തിയോ ഏതെങ്കിലും ഒരു ഉപ്പ വന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഉസ്താദ് നോമ്പ് തുറക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നത്. അസറിന് ആ പള്ളിയിലെത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 3 ആളുകൾ പറഞ്ഞിട്ടുണ്ടാവും, മൊയിലേരുട്ടി എന്നാ വിളിക്കാം, ഇന്ന് എന്റെ വീട്ടിൽ വരണം. അപ്പൊ മഗ്രിബിന് നിസ്കരിക്കാൻ വന്ന ആള് പറയും ഇന്ന് എന്റെ വീട്ടിൽ വരണം. അപ്പൊ നമ്മൾ പറയും നാസറിന് വന്നിട്ട് തന്നെ ഒരാൾ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് ആളെ കിട്ടാണ്ടിരിക്കുകയാണ്. അവിടെ തിരക്കാണ്, ആളുകൾ നോമ്പ് ഉറപ്പിക്കാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാന്. അവര് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോ തന്നെ എന്നും 1, 2, 3 ആളുകൾക്ക് കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കും. എന്തിന് കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കുന്നത്? ആ കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരുടെ കാര്യസ്ഥൻ, വീട്ടിലുള്ള അവരുടെ ഭർത്താവോ അവരുടെ മക്കളോ ഒക്കെ ആരെങ്കിലുമൊക്കെ ആയിട്ട് എന്നും നോമ്പുറപ്പിക്കാൻ ഏതെങ്കിലും അന്യ നാട്ടുകാരെ കൊണ്ടുവരുന്ന ഉറപ്പാവും. ഒന്നെങ്കിലും ഒരു മുത്താലിം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട ഒരു സാധു ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ നോമ്പുറക്കാൻ ഉണ്ടാവും ഉറപ്പാ പുറക്കാർക്കൊക്കെ. നമ്മളെ നാട്ടിലെ സാഹചര്യമൊക്കെ അങ്ങനെയാണോ? ഇന്നിപ്പോ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ ഇന്ന് പുറത്തുനിന്ന് നമ്മളെ ഉപ്പ 2 ആളുകൾ നോമ്പുറപ്പിക്കാൻ കൊണ്ടുവരും, ഇങ്ങനെ എന്നും നോമ്പുറപ്പിക്കാൻ കൊണ്ടുവരും എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടോ? അങ്ങനെയാണ് അവിടെയൊക്കെ നമ്മളിത് അനുഭവിച്ചറിഞ്ഞത് 5 വർഷക്കാലം അവിടെ നിന്നിട്ട്. അങ്ങനെ പല വീട്ടുകാരുടെയും സ്നേഹം അനുഭവിച്ചറിഞ്ഞ ആ അനുഭവത്തിൽ നിന്ന് പറയാ, വലിയ ആ രൂപത്തിൽ നോമ്പ് തുറ സജീവമായിട്ട് തുറപ്പിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ ലൈലത്തുൽ ഖദ്റിന്റെ രാവിലെങ്കിലും നിർബന്ധമായിട്ട് നോമ്പ് തുറപ്പിക്കുക, ആരെങ്കിലും ഒക്കെ ആയിട്ട് നോമ്പ് തുറപ്പിക്കുക. അപ്പൊ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ ചെയ്യേണ്ട 15 കാര്യങ്ങളിൽ നമ്മൾ എത്ര കാര്യങ്ങൾ പറഞ്ഞു? 9 കാര്യങ്ങൾ പറഞ്ഞു. ഇനി 10ാമത്തത് 8 കാര്യങ്ങൾ പറഞ്ഞു. 8ാമത്തെ നോമ്പ് ഉറപ്പിക്കുക എന്നുള്ളത്. 9ാമത്തത് തഹജ്ജുദ് നിസ്കരിക്കുക എന്നുള്ളതാണ്. എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, മറന്നു പോകുന്ന രീതി പറയാണ്. തഹജ്ജുദ് നിസ്കാരം അന്ന് ഒരു കാരണവശാലും ഒഴിവാക്കാതിരിക്കുക. അതിനുവേണ്ടി കുറഞ്ഞ സമയമെങ്കിലും ഒന്ന് ഉറക്ക കണ്ണിലേക്ക് വഴുതി വീഴുമ്പോ, ഉറക്ക കണ്ണുകളിൽ ഊഞ്ഞാല് കെട്ടി തുടങ്ങുമ്പോ പതിയെ ഒന്ന് ഉറങ്ങി പെട്ടെന്ന് എണീച്ച് വല്ലാതെ ക്ഷീണം വരുമ്പോ ഒന്ന് ഉറങ്ങി തഹജ്ജുദ് നിസ്കരിക്കാനുള്ള അവസരം. അങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കുക. 10ാമത്തെ തസ്ബീഹ് നിസ്കരിക്കുക. തസ്ബീഹ് ആഴ്ചയിലൊരിക്കൽ നിസ്കരിക്കണം, മാസത്തിലൊരിക്കൽ നിസ്കരിക്കണം, വർഷത്തിലൊരിക്കൽ നിസ്കരിക്കണം, ആയുസ്സിലൊരിക്കലെങ്കിലും നിസ്കരിക്കണം. നിസ്കരിച്ചാലോ ദോഷങ്ങളൊക്കെ പുറത്തിട്ടാനും കാരണമാകും. അപ്പൊ തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കുക. എങ്ങനെയാ തസ്ബീഹ് നിസ്കരിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് നമ്മൾ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ജമാഅത്തായിട്ടാണോ നിസ്കരിക്കേണ്ടത്? 2 റക്അത്ത് നിസ്കരിച്ചിട്ട് സലാം വീട്ടണോ? 4 റക്അത്ത് ഒരുമിച്ച് നിസ്കരിക്കണം? ഓരോ റക്അത്തിലും എത്ര തസ്ബീഹുകളാണ് ചൊല്ലേണ്ടത്? ഇനി തസ്ബീഹ് മറന്നോ എന്താ ചെയ്യുക? ഇങ്ങനെ തുടങ്ങി രാത്രി നിസ്കരിക്കുകയാണെങ്കിൽ ജമാഅത്തായിട്ട്, പകൽ നിസ്കരിക്കാൻ ജമാഅത്ത്, ഇങ്ങനെ ഒരുപാട് ജമാഅത്ത് സുന്നത്തുൽ നിസ്കാരമാണ്, ഒറ്റക്ക് നിസ്കരിക്കാൻ പറ്റുമോ? ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മൾ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ 10 കാര്യങ്ങൾ പറഞ്ഞു. 11ാമത്തത് അന്നത്തെ പകല് ളുഹ നിസ്കരിക്കുക എന്നുള്ളതാണ്.
ളുഹാ നിസ്കാരത്തിന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് മാത്രം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ളുഹാ നിസ്കരിക്കുക, അത് ഒഴിവാക്കാതിരിക്കാം. 12-ാമത്തത് ഖുർആൻ പാരായണം ചെയ്യുക. ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ മിസ്സായി പോകും, അതുകൊണ്ടാണ് പറയുന്നത്. വിശുദ്ധ ഖുർആൻ നമ്മുടെ കരങ്ങളെ കൊണ്ട്, വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസാണ്. നമ്മൾ പറഞ്ഞല്ലോ, ആ ഖുർആൻ നമ്മുടെ കരങ്ങളെ കൊണ്ട് പിടിച്ച് ഖുർആൻ നോക്കിയിട്ട് തന്നെ പാരായണം ചെയ്യുക, ശുദ്ധിയുള്ളവര്. അല്ലാത്തവര് ഖുർആൻ കേൾക്കുന്നത് പ്രശ്നമില്ലല്ലോ, അല്ലേ? ഖുർആൻ ശ്രവിക്കാം, ഖുർആനിലേക്ക് നോക്കാം, അതൊന്നും പ്രശ്നമില്ല. വിശുദ്ധ ഖുർആൻ അവതീർണമായ ഖുർആൻ ഇറങ്ങിയ മാസല്ലേ, അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. 13-ാമത്തത് തൗബ ചെയ്യുക, നസൂഹായ തൗബ. ചെയ്തു പോയ പാപങ്ങൾ പുറത്തു വരണം, ഇനി പാപങ്ങളിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന ചിന്തയോടുകൂടെ നസൂഹായ തൗബ ചെയ്യുക. 14-ാമത്തത് അത്താഴം കഴിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ പ്രത്യേകം പറയാൻ കാരണം, അത്താഴം കഴിക്കുന്നതിൽ ബറക്കത്തുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാ. ചില ആളുകൾക്ക് അത്താഴം കഴിക്കുന്നത് നിസാരമായി കാണുന്നുണ്ട്, നിസാരമായി കരുതുന്നുണ്ട്. അങ്ങനെ കരുതാൻ പാടില്ല, നിസാരമായി കാണാൻ പാടില്ല. അത്താഴം കഴിക്കൽ പ്രത്യേകം സുന്നത്തുള്ളതാണ്, അതിൽ ബറക്കത്തുണ്ട്. അത് നമ്മൾ ഈ രാത്രി നൈറ്റ് ലൈഫ് ഉള്ള ആളുകളാണ്. പുറത്തൊക്കെ പോയിട്ട് നേരം വൈകി ടൗണിലൊക്കെ പോയി സാധനങ്ങൾ വാങ്ങിക്കാൻ പോയിട്ട് തിരിച്ചെത്തുന്നത് 1 മണിക്കൊക്കെയാണ്. 1 മണിക്ക് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചങ്ങ് കടന്ന് പിന്നെ സുബഹിക്ക് എഴുന്നേൽക്കുന്ന രൂപാവരുത്. അത്താഴം കഴിക്കുന്ന ഒരു ശീലത്തിലേക്ക്, അത് സുന്നത്തായ രൂപത്തിൽ കൃത്യമായിട്ട് ആ പറയുന്ന സമയത്ത് തന്നെ കൃത്യമായി കഴിച്ച് അത്താഴം കഴിക്കുക എന്നുള്ള സുന്നത്ത് എടുക്കുക. 14 കാര്യങ്ങൾ പറഞ്ഞു. 15-ാമത്തത് 15 കാര്യങ്ങൾ ലൈലത്തുൽ ഖദറിന് ചെയ്യേണ്ട 15 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇത്രയൊക്കെ അമലുകൾ ചെയ്തു, ഇത്രയൊക്കെ ഇബാദത്തുകൾ ചെയ്തു, എല്ലാം കഴിഞ്ഞ് ക്ഷീണത്തിൽ സുബഹി നിസ്കാരം കഴിഞ്ഞ് അങ്ങ് കിടന്നുറങ്ങിയെന്ന് സങ്കല്പിക്കുക. എന്നാ അതൊരു ബർക്കത്ത് കുറവാണ് പ്രിയമുള്ളവരെ. ഇങ്ങനൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്ത് തൗബ ചെയ്ത് സ്വതക്ക ചെയ്തു, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അവസാനം സുബഹി നിസ്കാരം കഴിഞ്ഞ് അങ്ങ് കിടന്നുറങ്ങിയാലോ, സുബഹി നിസ്കാരത്തിന്റെയും സൂര്യോദയത്തിന്റെയും ഇടയിലെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ബർക്കത്തുണ്ടാകുകയില്ല. വേറെയും ഒരുപാട് ദോഷങ്ങൾ അത് കാരണമായിട്ടുണ്ടാകും. അതിലേക്ക് ഞാൻ ഇപ്പൊ പ്രവേശിക്കുന്നില്ല, അതുകൊണ്ട് അതും ശ്രദ്ധിക്കാം. ഇപ്പൊ നമ്മൾ ലൈലത്തുൽ ഖദറാണെന്ന് ഉറപ്പിക്കപ്പെടുന്ന ഈ 27-ാം രാവിലെ ചെയ്യേണ്ട 15 കാര്യങ്ങൾ നമ്മൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടെ സ്പീഡ് ഓടിച്ച് പറയാ. 1 ഇസ്തിഗ്ഫാർ ചെയ്യുക, കൂട്ടത്തിൽ സയ്യിദുൽ ഇസ്തിഗ്ഫാർ. 2 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക. 3-ാമത്തെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് സലക്കുൽ ജന്നത വഅഊദു ബിക മിനൻ നാർ ചൊല്ലുക. 4-ാമത്തേത് മഗ്രിബ് നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിക്കുക. 5-ാമത്തെ ഇശാ ജമാഅത്തായിട്ട് നിസ്കരിക്കുക. 6-ാമത്തെ അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി ചൊല്ലുക. 7-ാമത്തേത് സ്വതക്ക ചെയ്യുക. 8-ാമത്തേത് നോമ്പ് തുറപ്പിക്കുക. 9-ാമത്തേത് തഹജ്ജുദ് നിസ്കരിക്കുക. 10-ാമത്തെ തസ്ബീഹ് നിസ്കരിക്കുക. 11-ാമത്തേത് ളുഹാ നിസ്കരിക്കുക. 12-ാമത്തെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. 13-ാമത്തെ തൗബ ചെയ്യുക. 14-ാമത്തേത് അത്താഴം കഴിക്കുക. 15-ാമത്തേത് സുബ്ഹിക്കും സൂര്യോദയത്തിനും ഇടയിൽ ഉറങ്ങാതിരിക്കുക എന്നുള്ളത്. നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെട്ടോ പറഞ്ഞത്? ഇൻഷാ അല്ലാഹ് ഉപകാരപ്പെട്ടവരൊക്കെ എഴുതി അറിയിക്കുക അൽഹംദുലില്ലാഹ് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് സ്വതക്കയെ കുറിച്ച് പറഞ്ഞല്ലോ. നോമ്പ് തുറയിലേക്ക് 2-3 ദിവസങ്ങൾ കൂടെയുള്ളൂ. സ്വതക്ക നൽകാൻ കഴിയുന്നവരൊക്കെ നൽകുക. ഒരു 10 പേർക്ക് അല്ലെങ്കിൽ 20 പേർക്ക് 50 പേർക്ക് നൽകാൻ കഴിയുന്നവര് ഈ വിശുദ്ധ റമളാനിന്റെ പുണ്യമായ നോമ്പ് തുറയിലേക്ക് നൽകിയാൽ വലിയ പ്രതിഫലം ലഭിക്കാൻ കാരണമാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ ദുആ ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ മജ്ലിസ് തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് 10 മണിക്ക് ആരംഭിക്കും. നിങ്ങളൊക്കെ വളരെ നേരത്തെ എത്തണം. എന്നെല്ലാവരും ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ദുആ വസീയത്തുകളൊക്കെ താഴെ എഴുതി അറിയിക്കുക. നമ്മൾ ഇൻഷാ അല്ലാഹ് മജ്ലിസുകളിലൊക്കെ പ്രത്യേകം ദുആ ചെയ്യും. നിങ്ങളൊക്കെ മജ്ലിസിൽ വരണം 10 മണിക്ക് കേട്ടോ. ഇൻഷാ അല്ലാഹ്.